പത്തനംതിട്ട തുമ്പമൺ സ്വദേശി ജിജി സാമിന്റെ കരവിരുതിൽ ബ്രൂഡ്സ് തിമിംഗലത്തിന്റെ അസ്ഥികൂടത്തിന് പുനർജന്മം. ബ്രൂഡ്സ് തിമിംഗലത്തിന്റെ കേരളത്തിലെ ആദ്യത്തെയും രാജ്യത്തെ രണ്ടാമത്തെയും അസ്ഥികൂട മാതൃകയാണ് കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ ക്യാമ്പസിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഒടിഞ്ഞതും പൊട്ടിപ്പോയതുമായ തിമിംഗലത്തിന്റെ 100-ലധികം അസ്ഥികഷ്ണങ്ങൾ കേടുപാടുകൾ തീർത്തും നഷ്ടപ്പെട്ടവ ശാസ്ത്രീയമായി പുനർനിർമ്മിച്ചുമാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. സ്കൂൾ അധ്യാപകനും വന്യജീവി ആർട്ടിസ്റ്റും പക്ഷി നിരീക്ഷകനും കൂടിയായ ജിജി സാമിന്റെ കരവിരുതിൽ മറ്റ് ശ്രദ്ധേയമായ നിരവധി മിനിയേച്ചറുകളും കലാസൃഷ്ടികളും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോടിന് സമീപം വെള്ളയിൽ കടൽപ്പുറത്ത് ചത്തടിഞ്ഞ ഒരു കൂറ്റൻ ബ്രൂഡസ് തിമിംഗലത്തെ ഔദ്യോഗിക അനുമതികളോടെ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം ഏറ്റെടുത്ത് കുഴിച്ചിട്ടിരുന്നു. തുടർന്ന് മാംസഭാഗങ്ങൾ ചീഞ്ഞുമാറിയ ശേഷം 2024 അസ്ഥികൂടം പുറത്തെടുത്തു. ഈ സമയം തിമിംഗലത്തിന്റെ പല അസ്ഥികളും കേടുവരികയും ചെയ്തിരുന്നു. ഈ അസ്ഥികൂടത്തെ പ്രദർശന യോഗ്യമാക്കി ചട്ടക്കൂടിൽ സ്ഥാപിക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് ജിജി സാം ഏറ്റെടുത്തത്. ഇതിന്റെ കുഴിച്ചെടിയിൽ പ്രോസസ്സിലും തിരിച്ചെടുത്തപ്പോഴൊക്കെ കുറേയധികം അസ്ഥി ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും കുറേ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുനർനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു ചലഞ്ച്. ഇതിന്റെ ഈ സ്പെസിമെൻ ഇന്ത്യയിലോ കേരളത്തിലോ അത്ര സാധാരണമല്ല. കേരളത്തിലെ 1ാമത്തെ സ്പെസിമെൻ ആണ്, ഇന്ത്യയിലെ തന്നെ 2ാമത്തേതാണ്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ച ഭാഗങ്ങൾ എങ്ങനെയായിരുന്നു ഒറിജിനലി എന്നുള്ളത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് നമ്മളെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇത്തരം മൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്കെലിറ്റൻസിന്റെ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന്റെ ഡീറ്റെയിൽസുകളെല്ലാം പഠിച്ച് ഏതാണ്ട് ഒരു 4-5 മാസത്തോളമുള്ള നീണ്ട ശാസ്ത്രീയമായ ഗവേഷണങ്ങൾക്കൊടുവിലാണ് നമ്മൾക്ക് ഇതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി അവരുടെ CMFRAയുടെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു. അന്ന് അവരുടെ മറൈൻ മെഗാഫോണ മ്യൂസിയത്തിൽ ഇത് പൊതുജനങ്ങൾക്കായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ലോറിയിൽ വീട്ടുമുറ്റത്തെത്തിച്ച തിമിംഗലത്തിന്റെ കൂറ്റൻ അസ്ഥി കഷ്ണങ്ങൾ 5 മാസം നീണ്ട വിശദമായ പഠന ഗവേഷണങ്ങൾക്കൊടുവിലാണ് പുനർനിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കി CMFRA ക്യാമ്പിൽ 15 മീറ്റർ നീളമുള്ള ബ്രൂഡസ് തിമിംഗലത്തിന്റെ അസ്ഥികൂടം പ്രദർശനത്തിനായി സ്ഥാപിക്കുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.